അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ അതിശ്രേഷ്ഠവും അതിപ്രധാനവുമായ ഒരു വിഷയം ഈ വേദി കൈകാര്യം ചെയ്യുകയാണ്. നമ്മുടെ ആദർശം, അതിൽ സച്ചരിതരായ നമ്മുടെ മുൻഗാമികളുടെ പങ്കും അതിൻ്റെ പ്രാധാന്യവും മഹത്വവും, അതിൽ സൽമാതൃകകളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വേദിയെ നമ്മിൽ നിന്നൊരു മഹനീയ പുണ്യമായി ഉപരിലോകത്ത് സ്വീകരിക്കുമാറാവട്ടെ. ഈ ഒരു പുണ്യത്തിൽ അള്ളാഹു ഇവിടെ നമ്മളെ ഒരുമിച്ച് കൂട്ടി ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ടൊരു വേദിയിൽ, സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരു വേദി പങ്കിടാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്ത ചില മഹത്തുക്കളുണ്ട്. അവരിൽ നമ്മുടെ ആദരണീയ സഹോദരൻ ഹാരിസ് മൗലവി അടക്കം അള്ളാഹു അവൻ്റെ മഹത്തായ മഹത്തായ ഫദ്ലിനാൽ അവരിലെല്ലാം അള്ളാഹുവിൻ്റെ ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഈ ഒരു ആരോഗ്യം അവർക്കും നമുക്കുമൊക്കെ അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളിൽ നിന്നെല്ലാം വഴിമാറ്റുമാറാവട്ടെ. ആദർശ വീതിയിൽ വെട്ടം പകർന്ന നമ്മുടെ പൂർവികർ, വിശിഷ്യ സഹാബികൾ, അവരെക്കുറിച്ചുള്ള അന്വേഷണത്തിലും പഠനത്തിലും മഹാത്ഭുതങ്ങളാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. ഇമാം ഉബൈദുള്ള ഇബ്നു അബ്ദുൽ കരീം അബൂ സുറഅ റാസി ഇപ്രകാരം എഴുതുന്നുണ്ട്: തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റആഹു വസമിഅ മിൻഹു സിയാദത്തുൻ അലാ മിഅത്തി അൽഫി റജുലിൻ വംറഅ, സിയാദത്തുൻ അലാ മിഅത്തി അൽഫി ഇൻസാനിൻ മിൻ റജുലിൻ വംറഅ എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ തിരുനബിയെ കാണുകയും അവിടെ നിന്ന് ശ്രവിക്കുകയും ചെയ്ത 1,00,000-ലധികം വ്യക്തികൾ, സ്ത്രീ പുരുഷന്മാരുണ്ട് എന്ന്. സഹാബികളുടെ എണ്ണം എത്ര എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പ്രാമാണികൾ പറയുമ്പോൾ അവർക്ക് അവലംബമായ ഒരു നിവേദനമാണ് ഈ അബൂ സുറഅ റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടേത്. ഈ 1,00,000-ൽ പരം സഹാബികളിൽ അവരുടെ ചരിത്രവും വിവരങ്ങളും നമ്മൾ അന്വേഷിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അത് ക്രോഡീകരിച്ചത് ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. 9477 പേരുകൾ
1268 വിളിപ്പേരുകൾ, ഇത് പുരുഷന്മാരിൽ നിന്ന്. 1522 പേരുകൾ സ്ത്രീകളുടേത്. ഇതാണ് പേരും വിവരങ്ങളും രേഖപ്പെടുത്തപ്പെട്ട സഹാബികൾ, സ്ത്രീ പുരുഷന്മാർ. ഈ എണ്ണം നോക്കിയാൽ 11,000-ൽ പരം പേരുകളാണ് ചരിത്രം പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുള്ള മഹാരഥന്മാർ സഹാബികളിൽ. എന്നാൽ സഹാബികളുടെ എണ്ണം ഇവിടെ നമ്മൾ കേട്ടതുപോലെ ഇവരിൽ പരിമിതമല്ല. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ ഒരു മസ്അല പറയവേ പറയുന്നുണ്ട്, മൻ ഖദ്ദമ അലിയൻ അലാ ഉസ്മാന ഫഖദ് അസ്റ 12,000 സൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ അൻഹും റാദിൻ എന്ന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ വല്ലവരും അലിയിന് മഹത്വം കൽപ്പിക്കുകയായാൽ, അന്ന് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നീട് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, പിന്നീട് ഉസ്മാൻ, പിന്നെ അലി. ഇതാണ് ക്രമം. പക്ഷെ ചിലർ ഉസ്മാൻ, അലി എന്നിവരുടെ വിഷയത്തിൽ ഏതാണ് കൂടുതൽ ശ്രേഷ്ഠർ എന്നതിൽ അലി റളിയല്ലാഹു തആല അൻഹു ബന്ധിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ ശരിയുടെ പക്ഷവും പ്രബലമായ അഭിപ്രായത്തിൻ്റെ വക്താവുമായിരുന്നു. ഉസ്മാനാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ശ്രേഷ്ഠൻ എന്നത്. അദ്ദേഹം പറയുന്നത്, വല്ലവരും അലിയിനേക്കാൾ ഉസ്മാന് മഹത്വം പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുമ്പോൾ പ്രീതിപ്പെട്ട 12,000 സഹാബികളെ വില കുറച്ച് കാണുകയാണ് എന്ന്. ഞാനത് ഉദ്ധരിച്ചത് സഹാബികളുടെ എണ്ണം, അവരുടെ പേരും വിവരങ്ങളും രേഖപ്പെടുത്തപ്പെട്ടതിൽ പരിമിതമല്ല, അതിനേക്കാൾ കൂടുതൽ എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഈ സഹാബികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടും കേട്ടും അവിടുത്തോട് ഓരം പറ്റി ജീവിച്ച മഹത്തുക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് കേട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കുവാൻ ഭാഗ്യം കിട്ടിയ ഈ മഹത്തുക്കൾ, ഇവരിൽ എത്ര പേർ വിശുദ്ധ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു? ഇവരിൽ എത്ര പേർ വിശുദ്ധ മക്കയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു? വിശുദ്ധ മക്കയിൽ സഹാബികൾ മറമാടപ്പെട്ടത് വളരെ പരിമിതമായ എണ്ണത്തിലാണ്, വളരെ കുറച്ചാണ്. കൂടുതൽ വിശുദ്ധ മദീനയിലാണ്. 10,000-ഓളം പേരെ ചരിത്രം പറയുന്നു ബഖീ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരായി. 1,00,000-ൽ പരം സഹാബികൾ ഉണ്ടായിട്ട് വിശുദ്ധ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതിൻ്റെ മഹത്വവും, പ്രത്യേകിച്ച് വിശുദ്ധ മദീനയിൽ ബഖീ അൽ ഖർഖദ് ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതിൻ്റെ മഹത്വവും അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടും എന്തേ സഹാബികൾ അവരുടെ ജീവിതത്തിൻ്റെ ശിഷ്ടകാലം വിശുദ്ധ മദീനയിലാക്കി
മദീനയെ അന്ത്യവിശ്രമത്തിന് തിരഞ്ഞെടുക്കാതിരുന്നത്? അതാണ് ഇവിടുത്തെ ചോദ്യം. അൽ മദീനത്തു ഖൈറുൻ ലഹും ലൗ കാനൂ യഅലമൂൻ. മദീനയാണ് അവർക്ക് ഏറ്റവും ഉത്തമം, അവരറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടറിഞ്ഞവരാണ് സഹാബികൾ. മൻ സബറ അലാ ലഅ്വാഇഹ വശിദ്ദതിഹ കുൻതു ഷഹീദൻ ലഹു ഔ ഷഫീഅൻ യൗമൽ ഖിയാമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടറിഞ്ഞവരാണവർ. മദീനയുടെ കാലാവസ്ഥക്കുള്ള കാഠിന്യം, മദീനയുടെ പ്രതികൂല സാഹചര്യം, പ്രകൃതിപരമായുള്ള കാലാവസ്ഥയാണ് എങ്കിൽ ചൂടാണ് എങ്കിൽ കൊടിയ ചൂട്, തണുപ്പാണ് എങ്കിൽ കൊടിയ തണുപ്പ്. പിന്നെ അന്ന് മദീനയിൽ ഒരു രോഗപകർച്ചയുടെ പ്രശ്നങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മദീനയുടെ ഈ പ്രകൃതിപരമായ പ്രതികൂലാവസ്ഥയെ സഹിച്ചും അതിൽ ക്ഷമിച്ചും മദീനയിൽ പിടിച്ചു നിൽക്കുന്നവർ, ഉറച്ചു നിൽക്കുന്നവർ. ചില നിവേദനങ്ങളിൽ വമാ തബീഹ, മദീനയിൽ മരണം വരിക്കുകയായാൽ മരണം വരിക്കുന്നവൻ കുൻതു ഷഹീദൻ ലഹു ഔ ഷഫീഅൻ യൗമൽ ഖിയാമ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഞാൻ അവർക്ക് അന്ത്യനാളിൽ ശുപാർശകനും അനുകൂല സാക്ഷിയുമായിരിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തും ഷഹാദത്തും വാഗ്ദാനം ചെയ്ത വിഷയമാണ് മദീനയിൽ ജീവിക്കുക, അതിൽ സഹിച്ച് ക്ഷമിച്ച് പിടിച്ചു നിൽക്കുക എന്നുള്ളത്. അവിടെ മരണം വരിക്കുക എന്നുള്ളത് പുണ്യമാണ്. പിന്നെ ബഖീ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുക എന്ന് പറഞ്ഞാൽ അതിനും മഹത്വമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഗ്ഫിർ ലി അഹ്ലി ബഖീഇൽ ഗർഖദ് എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ബഖീ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർക്ക് നീ പൊറുക്കണമേ എന്ന്. അവിടെ മറമാടപ്പെടുന്നതിൻ്റെ മഹത്വമായി പണ്ഡിതന്മാർ ഈ തിരുമൊഴി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയ സഹാബികൾ എന്തിനാണ് മദീനയിൽ നിന്ന് യാത്രയായത്? മദീനയിൽ നിന്ന് അവർ പുറപ്പെട്ട് മദീനക്കപ്പുറം വിദൂരങ്ങളിൽ അവർ മരണം വരിച്ചു. അവർ രക്തസാക്ഷികളായി. അവിടവിടങ്ങളിൽ അവരൊക്കെ അവരുടെ പരലോകയാത്രയിൽ ഖബർ ജീവിതം തുടർത്തുന്നു. അതെന്തുകൊണ്ട്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം തേടുമ്പോഴാണ് ഈ ആദർശവീതിയിൽ വെട്ടം പകർന്ന ആ മഹത്തുക്കൾ എന്തിന് തങ്ങളുടെ സ്വാർത്ഥതകളെ ബലി കഴിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൽപ്പിച്ച്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൽപ്പിച്ച് അവർ യാത്രയായതിൻ്റെ ആ ഒരു പുണ്യം, മഹത്വം അന്ന് നമുക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനും സാധിക്കുക. ദീനിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ സ്വാർത്ഥതകളെ മുഴുവൻ ബലി കഴിച്ചത്. പിൽക്കാലത്തേക്ക് ഈ ദീൻ എത്തിക്കുന്നതിന് വേണ്ടി, മതം അവിടവിടങ്ങളിൽ ഘോഷിക്കുന്നതിന് വേണ്ടി, ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും നിങ്ങളിൽ നിന്ന് എത്തിക്കണമേ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്ത്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്,
തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നന്മ കൽപ്പിച്ചും തിന്മ വിരോധിച്ചും വിശ്വാസികളായും ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമരാകാൻ ആഗ്രഹിച്ച് ആ മാർഗേണയാണ് അവർ വിശുദ്ധ ഹറമുകളിൽ നിന്ന് പലായനം ചെയ്തത്, യാത്രയായത്. ആ മാർഗേണ കഠിനാധ്വാനികളായത്. അവർക്ക് സ്വാർത്ഥമായ സർവസ്വവും അവർ ത്യജിച്ചത്. സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ടവർ വരെ, അൽ അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ടവർ വരെ ഈ പ്രയാണത്തിൽ ഭാഗവാക്കുകളായി അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്രയായിട്ടുണ്ട്. അബൂ ഉബൈദ, ആമിർ ഇബ്നുൽ ജറാഹിൻ്റെയും അതേപോലെ തൽഹ, സുബൈർ എന്നിവരുടെയും ഒക്കെ ചരിത്രങ്ങൾ അവരിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിലെ മഹിത മാതൃകകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴലെന്ന പോലെ ജീവിച്ച സഹാബികളിൽ പലരും തിരുവിയോഗം വരെ തിരുസവിധം വിടാതെ കൂടിയവർ. തിരുവിയോഗ ശേഷം പിന്നീടവർ മദീനയിൽ നിന്ന് യാത്രയായി വിവിധ ഭാഗങ്ങളിൽ പ്രബോധകരായി, പണ്ഡിതന്മാരായി, ദീനിൻ്റെ വാക്താക്കളായി ജീവിച്ച് ത്യാഗം സഹിച്ച് അവർ പരലോകയാത്രയാകുകയാണ് ചെയ്തിട്ടുള്ളത്. ചരിത്രം നമ്മൾ ഈ വിഷയത്തിൽ അന്വേഷിക്കുമ്പോൾ നമുക്ക് ആലോചിക്കാൻ കഴിയാത്ത വിധം വലിയ വലിയ മാതൃകയാണ്. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് പറഞ്ഞത്, കാനു ഖൈറ ഹാദിഹിൽ ഉമ്മ അബറഹ ഖുലൂബൻ വഅഅമഖഹ ഇൽമൻ വഅഖല്ലഹ തകല്ലുഫൻ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ സഹാബികളെ വർണ്ണിച്ച് പറഞ്ഞത് അബൂ നുഐം ഉദ്ധരിച്ചതാണിത്. കാനു ഖൈറ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായിരുന്നു സഹാബത്ത്. അബറഹ ഖുലൂബൻ, ഹൃദയം നോക്കിയാൽ ഏറ്റവും പുണ്യം നിറഞ്ഞ ഹൃദയം. വഅഅമഖഹ ഇൽമൻ, അറിവ് നോക്കിയാൽ അഗാധ ജ്ഞാനം. വഅഖല്ലഹ തകല്ലുഫൻ, കൃത്രിമത്വം ജീവിതത്തിൽ അത് വളരെ ശുഷ്കമായവർ. ഇഖ്താറഹുമുല്ലാഹു ലി സുഹ്ബത്തി നബിയിഹി വലിനശ്രി ദീനിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രത്യേകം തെരഞ്ഞെടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഓരം നിന്ന് പ്രവർത്തിക്കാൻ, അള്ളാഹുവിൻ്റെ ദീനിനെ പ്രചരിപ്പിക്കാൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അത് മറ്റൊരു ശൈലിയിൽ, ഭാഷയിൽ അവതരിപ്പിച്ചു. അപ്പോൾ പറഞ്ഞത്, ഇന്നല്ലാഹ നദറ ഫീ ഖുലൂബിൽ ഇബാദ് ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൽ ഖുലൂബ് ഫസ്തഫാഹു ലിനഫ്സിഹി വഖ്താറഹു ലിരിസാലതിഹി എന്നാണ്. അള്ളാഹു അടിയാറുകളുടെ കൽബുകളിലേക്ക് നോക്കി ഏറ്റവും ഉത്തമമായ കൽബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബായി കണ്ടു. അപ്പോൾ അള്ളാഹു തനിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തു. റിസാലത്ത് അരുളി നിയോഗിക്കാൻ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്തു. പിന്നെ പറയുന്നതാണ് നമ്മുടെ വിഷയം. സുമ്മ നദറ ഫീ ഖുലൂബിൽ ഇബാദ് ബഅദ ഖൽബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും ശ്രേഷ്ഠമായ കൽബ് അതിർ നബിയുടെ കൽബ്. പിന്നീട് ഏറ്റവും നല്ല കൽബുകൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൻ്റെ ഖൽബായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ആ തിരുദൂതരോട് ഒപ്പം നിന്ന് ജിഹാദ് ചെയ്യാനും ദീൻ പ്രചരിപ്പിക്കാനും അള്ളാഹു ആ സഹാബത്തിനെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് ആ സഹാബികളുടെ മാർഗം നിങ്ങൾ പിൻപറ്റണമേ എന്നുള്ള വസിയ്യത്ത്, അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് പിന്നീട് ആ വിഷയത്തിൽ നമ്മോടുള്ളത്. സഹാബികളിൽ ഓരോരുത്തരുടെയും ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് നന്നേ ബോധ്യപ്പെടും. തിരുവിയോഗശേഷം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത് ഉണ്ടായ യമാമ യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന ചില പ്രത്യേക ഏടുകൾ, അതിൽ സെയ്ദ് ഇബ്നു ഹബീബ് അൽ മാസിനി, സെയ്ദ് ഇബ്നു അൽ ഖത്താബ് അൽ അദവി, ഖൈസ് ഇബ്നു സാബിത്ത് ഇബ്നു ഷമ്മാസ്, അൽ ബറാ ഇബ്നു മാലിക് തുടങ്ങിയവരുടെയൊക്കെ ചരിത്രം എപ്പോഴും നമ്മൾ ശ്രവിക്കുന്നതും ചൂളിപ്പോകും വിധമുള്ള അവരുടെ ചരിത്ര മാതൃകകളൊന്നുമൊക്കെ നമുക്ക് ഏവർക്കും അറിയുന്ന വിഷയമാണ്. യമാമയിൽ വിഷയം രൂക്ഷിതമായി. മുസൈലിമത്തുൽ കദ്ദാബ് തിരുവിയോഗത്തെ തുടർന്ന് പ്രവാചകത്വം ജൽപ്പിക്കുകയും ആറാബികളെയും ബനു ഹനീഫ ഗോത്രക്കാരെയും തൻ്റെ പക്ഷം ചേർത്ത് മുസ്ലിമീങ്ങൾക്കെതിരിൽ അതിരൂക്ഷമായി രക്തസിക്തമായ പോരാട്ടം നടത്തിയ സന്ദർഭം നമ്മൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ഏറെ പരീക്ഷിക്കപ്പെട്ടു. 1400 ചില്ലാനം സഹാബികൾ യമാമയിൽ രക്തസാക്ഷികളായിട്ടുണ്ട്. സഹാബികളെ കൂടാതെ രക്തസാക്ഷികളായവരുടെ എണ്ണം വേറെയുമുണ്ട്. ആയിരങ്ങൾ അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആയിരങ്ങളുടെ കണക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുള്ള അൽ ബലവി, അബു അഖീൽ എന്നിവരുടെ ചരിത്രം ഏറെ ഗൗരവത്തിൽ ഉദ്ധരിക്കപ്പെടുന്നത്. മുസൈലിമത്തുൽ കദ്ദാബിനോടുള്ള മുസ്ലിമീങ്ങളുടെ പോരാട്ടത്തിൽ ആ തുടക്കത്തിൽ തന്നെ ശത്രുപക്ഷത്തു നിന്ന് വന്നൊരു അമ്പ് അത് അബു അഖീൽ അൽ ബലവിയുടെ ശരീരത്തിൽ തറച്ചു. അത് കൊണ്ടത് അദ്ദേഹത്തിൻ്റെ മങ്കിബിനും കൽബിനും ഇടയിലെന്നാണ്. ചുമലിനും ഹൃദയത്തിനും ഇടയിൽ ഒരാൾക്ക് അമ്പേറ്റാൽ അയാൾ എങ്ങനെയായിരിക്കും? മറിഞ്ഞു വീണ അദ്ദേഹത്തെ പിന്നെ ഒരു ഖൈമയിലേക്ക് നീക്കുകയാണ്. രക്തത്തിൽ കുളിച്ച് അബു അഖീലുൽ ബലവി തൻ്റെ ഖൈമയിൽ കിടക്കുമ്പോൾ സഹാബികളിൽ ചിലർ അവിടെയുണ്ട്. അനസിനെ പോലുള്ള, അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ പോലുള്ളവരുണ്ട്. യമാമയിൽ വ്യാജൻ മുസൈലിമ തൻ്റെ പക്ഷത്തേക്ക് ആ യമാമ ഗോത്രക്കാർ ബനു ഹനീഫയെ ചേർത്ത്, ആറാബികളെ ചേർത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ ഫിത്ന വിതച്ച് യുദ്ധം രൂക്ഷമായി. അപ്പോൾ അൻസാരികൾ പ്രത്യേകം അവിടെ വിളിക്കപ്പെടുകയാണ്. യാ മാശറൽ അൻസാർ അല്ലാഹ് അല്ലാഹ് അൽ ഖർറത അലൽ മുശ്രിക്കീൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. അൻസാരികളെ, അള്ളാഹുവിനെ ഓർത്ത് ഈ മുശ്രിക്കുകൾക്കെതിരിൽ നിങ്ങൾ പുറപ്പെടൂ, ത്യാഗം സഹിക്കൂ എന്നാണ് ആ വിളിയുടെ അർത്ഥം. ഇത് കേൾക്കുമ്പോൾ ടെൻറ്റിൽ കൊണ്ടുകിടത്തിയ അബു അഖീൽ അൽ ബലവി എഴുന്നേറ്റിരിക്കുകയാണ്. അദ്ദേഹം ഈ വിളിക്ക് പ്രതികരിക്കുവാൻ
പുറപ്പെടുവാൻ ഭാവിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ളവർ പറയുകയാണ്, അബാ അഖീൽ മാഫിക ഖിത്താൽ, നിങ്ങൾക്ക് യുദ്ധമില്ല, കാരണം നിങ്ങൾ മുറിവേറ്റ് കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നാദാ മുനാദിൻ ബി ഇസ്മി, എൻ്റെ പേര് വിളിച്ച് എന്നെ വിളിക്കുന്നു എന്നാണ്. അപ്പോഴും പറഞ്ഞു മാഫിക ജിഹാദ് എന്ന്. അൻസാരികളെയാണ് വിളിച്ചത്, അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അന റജുലുൻ മിനൽ അൻസാർ, ഞാൻ അൻസാരികളിൽ ഒരാളതെന്ന് പറഞ്ഞ് തൻ്റെ ശരീരത്തിൽ തൂങ്ങിയ കൈയേറ്റി മറ്റൊരു കയ്യിൽ വാള് പിടിച്ചാണ് മുസൈലിമയോടും കൂട്ടരോടും എതിരിടാൻ അബൂ അഖീലുൽ ബലവി പുറപ്പെടുന്നത്. രക്തരൂക്ഷിതമായ പോരാട്ടം, അതിൽ മുസൈലിമത്തുൽ കദ്ദാബും കപടന്മാരും പരാജയപ്പെട്ടു. യുദ്ധം മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി രക്തരൂക്ഷിതമായിട്ട് തന്നെ അത് തുടർന്നെങ്കിലും മുസ്ലിമീങ്ങൾ ന്യൂനാൽന്യൂനപക്ഷമായിരുന്നു. എന്നാലും വിജയം മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി വന്നു. യുദ്ധത്തിൻ്റെ പൊടി അടങ്ങിയപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അബൂ അഖീലിനെ രണഭൂമിയിൽ വീണ് കിടക്കുന്നത് കാണുകയാണ്. അബൂ അഖീലിൻ്റെ ഓരത്ത് തുടക്കത്തിലെ അമ്പേറ്റ ആ ഭാഗത്തുള്ള കൈ മുറിഞ്ഞ് വീണ് കിടക്കുന്നു. അബൂ അഖീൽ മരണത്തോട് മല്ലിടുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അബൂ അഖീലിനെ കാണുമ്പോൾ യാ അബാ അഖീൽ എന്ന് വിളിച്ചു. അബൂ അഖീൽ ലബ്ബൈക്ക് എന്ന് പ്രതികരിച്ചു. അദ്ദേഹം ഏതാനും നിശ്വാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതിലാണ് ഈ പ്രതികരണം. ഇബ്നു ഉമറിനോട് അദ്ദേഹം ചോദിച്ചു, ലിമനി ദബറല്യോ, ആർക്കാണ് പരാജയം സംഭവിച്ചത് എന്ന്. അപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു, യാ അബാ അഖീൽ ഖുതില അദുവുല്ലാഹ്, അബൂ അഖീൽ അള്ളാഹുവിൻ്റെ ശത്രു മുസൈലിമ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ട മാത്രയിൽ അബൂ അഖീൽ റളിയല്ലാഹു അൻഹു ആകാശത്തേക്ക് തൻ്റെ വിരൽ, ശേഷിക്കുന്ന കയ്യിൻ്റെ വിരൽ ഉയർത്തി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ക്ഷണം അദ്ദേഹം ഷഹീദായി എന്നുള്ളതാണ്. നോക്കൂ നിങ്ങളിവിടെ അബൂ അഖീൽ അദ്ദേഹം യുദ്ധത്തിലേറ്റ ആ ഒരു പ്രയാസം, ചുമലിൻ്റെയും കൽബിൻ്റെയും ഇടയിൽ അമ്പ് കൊണ്ട അദ്ദേഹമാണ് വീണ്ടും രണഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹം രക്തസാക്ഷിയാവുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കൈയൊന്നറ്റുപോയി. അദ്ദേഹത്തിന് 14 മുറിവുകൾ, കുല്ലും ഹ ബിമഖ്തലിൻ എന്നാണ്. ഓരോ മുറിവും അദ്ദേഹത്തെ കൊല്ലാൻ മാത്രം ആഴത്തിൽ ഏറ്റ മുറിവുകളായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. യമാമ യുദ്ധത്തിൽ മാത്രം നമ്മൾ വായിക്കുന്ന മഹത്തുക്കളുടെ ചരിത്രത്തിൽ സെയ്ദ് ബിൻ ഹബീബുൽ മാസിനി, അതേപോലെ സെയ്ദ് ബിൻ അൽ ഖത്താബ്, ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ സെയ്ദ്, അദ്ദേഹം രക്തസാക്ഷിയായ ചരിത്രം, അതേപോലെ സാബിത്ത് ബിൻ ഖൈസ് പോലുള്ളതായ സഹാബിയുടെ ചരിത്രം, അതൊക്കെ ഒരു വലിയ വിഷയമാണ്. ഈ ആദർശവേദിയിൽ, വീതിയിൽ തിരുവിയോഗശേഷം നമ്മുടെ സച്ചരിതരുടെ സംഭാവനകൾ, സൽമാതൃകകൾ ഇതുപോലെ നമ്മൾ പലതും വായിക്കുന്നു. ഈ ഉമ്മത്തിൽ അതിശ്രേഷ്ഠൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അതിനുമുമ്പ് നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഈ മാതൃകകളുടെ ചരിത്രം നമ്മൾ പറയുമ്പോൾ അവിടെ തുടങ്ങാതെ
അത് പ്രത്യേകം പരാമർശിക്കാതെ നമ്മൾ പറഞ്ഞു പോയാൽ അത് ചരിത്രത്തോടുള്ള വലിയ ക്രൂരതയായിരിക്കും. മഹദി ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹ തിരുസവിധത്തിലിരിക്കുമ്പോഴാണ് മലക്ക് ജിബ്രീൽ മാനമിറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, യാ റസൂലല്ലാഹ് ഹാദിഹി ഖദീജ ഖദ് അതത്ക വഫി യദിഹാ ഇനാഹുൻ ഫിഹാ ഇദാം വഇദാ അതത് അഖ്രി അലൈഹാ മിൻ റബ്ബിഹാ അസ്സലാം വമിന്നി അസ്സലാം. തിരുദൂതരോട് പറയുകയാണ് ജിബ്രീൽ, ഇതാ ഖദീജ വരുന്നു, അവരുടെ കയ്യിലൊരു പാത്രമുണ്ട്, അതിൽ കറിയുമായിട്ട് വരുന്നു. ഖദീജ വന്നാൽ റബ്ബിൻ്റെ സലാം അവർക്ക് ഓതണം, എന്നിൽ നിന്നുള്ള സലാം അവർക്ക് ഓതണം. വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന മിൻ ദുർറത്തിൻ ലാ മിൻ ഖസബിൻ ലാ സഖബ ഫീഹാ വലാ നസബ്. ഖദീജക്ക് സ്വർഗത്തിൽ ഒരു പളുങ്കിനാൽ തീർക്കപ്പെട്ട ഒരു കൊട്ടാരമുണ്ടായിരിക്കുമെന്ന സുവിശേഷം അറിയിക്കണം. അതിൽ അവർക്ക് യാതൊരു ശബ്ദകോലാഹലമോ ക്ഷീണമോ അനുഭവിക്കേണ്ടി വരികയില്ല എന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്. ഖദീജ റളിയല്ലാഹു തആല അൻഹ ഇവിടെ ജീവിച്ചിരിക്കെ റബ്ബ് സലാം ഓതി അയച്ചു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സലാം ചൊല്ലി അറിയിച്ചു, അവർക്ക് സ്വർഗത്തിൽ ഇவ்விധം ഒരു സ്വർഗീയ കൊട്ടാരം, അതിൽ സഹബില്ല, ബഹളമോ കലഹമോ ഇല്ല, അതേപോലെ അതിൽ ക്ഷീണമില്ല എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സുവിശേഷം, സന്തോഷവാർത്ത അറിയിക്കൽ? അത് ആ മഹദിയുടെ ത്യാഗത്തിൻ്റെ, സേവനത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ പ്രതിഫലമാണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നബിയായി നിയുക്തമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങായി, തണലായി പ്രവാചകത്വത്തിൻ്റെ തുടക്കം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യപ്പെടുത്തി സഹായിച്ചു കൂടെ നിന്നത് മഹദി ഖദീജയാണ്. അത് പ്രവാചകത്വത്തിൻ്റെ ആ തുടക്കത്തിൽ പനി പിടിച്ച് ഹിറയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ, കല്ലാ വല്ലാഹ് ലാ യുഖ്സികല്ലാഹു അബദൻ അബ്ശിർ ലാ ഖൗഫുൻ അലൈക് എന്നൊക്കെ പറഞ്ഞ് മാനസികമായി ആശ്വസിപ്പിക്കുകയാണ്. അള്ളാഹു നിങ്ങൾ അപമാനിതനാക്കില്ല, അള്ളാഹുവാണ് സത്യം, പേടിക്കണ്ട, സന്തോഷിക്കൂ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മീയമായി ആവേശത്തിലാക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാനസികമായി സ്വസ്ഥ്യം, സമാധാനം പകരുന്ന വർത്തമാനം, ഇന്നക ലതസിലുർ റഹീം വതുഖരി ദൈഫ് വതസ്ദുഖുൽ ഹദീസ് വതുഈനു അലാ നവായിബിൽ ഹഖ് എന്നൊക്കെ പറഞ്ഞ് കുടുംബബന്ധം ചാർത്തുന്നവൻ, പ്രതിസന്ധികളിൽ സഹായിയാകുന്നവൻ, അതിഥികളെ സൽക്കരിക്കുന്നവൻ, അനാഥകൾക്ക് അഭയം എന്ന് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുനബിയുടെ ഗുണങ്ങൾ എണ്ണി ആശ്വസിപ്പിച്ച ആ തുടക്ക നാളുകൾ മുതൽ ഇങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മക്ക പ്രബോധന കാലത്ത് എത്ര പ്രയാസങ്ങൾ, മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലെ മെമ്പർമാരെ, അലി ഇബ്നു അബി താലിബിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുമ്മ ഉമ്മു ഐമൻ, ബറക എന്നവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലയായ സെയ്ദ് ഇബ്നു ഹാരിസയെ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ സൈനബ്, ഉമ്മു കുൽസൂം, റുഖയ്യ, ഫാത്തിമ, ഇവരെയൊക്കെ ആരാണ് പോറ്റിയത്? അവർക്ക് ആരാണ് ചെലവിന് നൽകിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മഹദി ഖദീജ റളിയല്ലാഹു തആല തന്നെയാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ഒരു പരിഭവം പറഞ്ഞില്ല, തൻ്റെ ക്ലേശം തിരുനബിയുടെ മുമ്പിൽ അവതരിപ്പിച്ചില്ല. ശത്രുവിൻ്റെ പ്രയാസങ്ങളൊക്കെ ഏറ്റ് വീട്ടിലേക്ക് വരുമ്പോഴും പ്രവാചകത്വത്തിൻ്റെ നിർവഹണത്തിൽ, പ്രബോധന പ്രവർത്തനങ്ങളിൽ, മക്ക കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച വിഷമതകൾ എത്രയാണ്. അതൊക്കെ ഏറ്റി വീട്ടിലേക്ക് വരുമ്പോഴും ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തെല്ലും
ഇടുസത, പ്രയാസം, തനിക്കുള്ള അവകാശങ്ങളുടെ അർഹതകളുടെ നിർവഹണത്തിലുള്ള കൃത്യവിലോപം, ഇതൊന്നും അവരാവലാതിപ്പെട്ടതേ ഇല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്നത്തി മിൻ ഖസബിൻ ലാ സഖബ ഫീഹാ വലാ നസബ്. സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്, അതിൽ അവർക്ക് ക്ഷീണമേ ഇല്ല, അവർക്ക് ബഹളത്തിൻ്റെയും ശബ്ദകോലാഹലത്തിൻ്റെയും സാഹചര്യമേ ഇല്ല എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന് ശേഷം വർഷങ്ങൾക്കപ്പുറം ഖദീജ റളിയല്ലാഹു അൻഹയെ ഓർക്കുമ്പോഴെല്ലാം കാനത് വകാനത് വകാന ലി മിൻഹൽ ഔലാദ് സദ്ദഖത്നി ഹീന കദബനി അന്നാസ് വവാസത്നി ബിനഫ്സിഹാ വമാലിഹാ ഹീന ഹറമനി അന്നാസ് എന്നൊക്കെ പറഞ്ഞ് ഖദീജയുടെ മഹത്വം വാനോളം ഘോഷിക്കുമായിരുന്നു എന്നാണ്. അവരെത്രയെത്ര സൽഗുണങ്ങളുള്ള മഹതിയായിരുന്നു. കാനത് വകാനത്. ജനങ്ങളെല്ലാം എന്നെ അവിശ്വസിച്ചപ്പോൾ, കളവാക്കിയപ്പോൾ ഖദീജയാണ് എന്നെ സത്യപ്പെടുത്തിയത്, അംഗീകരിച്ചത്. ജനങ്ങളെല്ലാം എനിക്ക് വിലങ്ങിയപ്പോൾ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എനിക്ക് ആശ്വാസമായി വർത്തിച്ചത് ഖദീജയാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മഹദിയെ പിൽക്കാലത്തേക്ക് അവതരിപ്പിക്കുമ്പോൾ ആ വല്ലായ്മയുടെ, ഇല്ലായ്മയുടെ പ്രവാചകത്വ നാളുകളുടെ തുടക്കങ്ങളിൽ ആ 10 വർഷകാലം മെയ് മറന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സംഭാവനയാണ്, സമർപ്പണമാണ്. ആ മാതൃക പറഞ്ഞാൽ അവസാനിക്കാത്ത രീതിയിൽ. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പോലും മാ ഗിർതു അല ഇംറഅത്തിൻ മിസ്ല മാ ഗിർതു അല ഖദീജത എന്ന് പറയുന്നത്. ഖദീജയുടെ വിഷയത്തിൽ റളിയല്ലാഹു തആല അൻഹ എനിക്ക് രോഷമുണ്ടായതുപോലെ ഒരു സ്ത്രീയുടെ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രമേൽ, ഒരിക്കൽ ഒരു മഹദി, ഒരു വൃദ്ധ സ്ത്രീ വിശുദ്ധ മദീനയിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ വരികയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെയൊക്കെ എത്രയോ വിയോഗത്തിൻ്റെ വർഷങ്ങൾക്കപ്പുറമാണിത്. വൃദ്ധ സ്ത്രീയാണ്. അവർ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വളരെ ഹൃദ്യമായി സ്വീകരിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അത്ഭുതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിക്കുകയാണ്, കൈഫ തീകും ബഅദന, നിങ്ങളുടെ അവസ്ഥ എന്താണ്? കുറേ മുമ്പ് കണ്ടതാണല്ലോ, നിങ്ങളുടെ ഹാൽ എന്താണ് ചോദിക്കുകയാണ്. അവരുടെ പേര് ചോദിച്ചു. അപ്പോൾ അവർ ജുസാമ അൽ മുസനിയ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുസാമ എന്ന പേര് മാറ്റി അവർക്ക് ഹസ്സാന എന്ന് പേരിട്ടു. ഹസ്സാന, ജുസാമ എന്നുള്ള പേര് അത്ര തന്നെ ഒരു നല്ല അർത്ഥത്തിലല്ല. അതുകൊണ്ട് റസൂൽ ആ പേര് മാറ്റി അവരുടെ പേര് ഹസ്സാന എന്നിട്ട് ഹസ്സാൻ അൽ മുസനിയെ സ്വീകരിക്കുമ്പോൾ ചില നിവേദനങ്ങളിൽ കാണാം, മാംസം കൊണ്ട് അവരെ സൽക്കരിക്കുമ്പോൾ ആ മാംസം മുറിച്ച് അവർക്ക് തിന്നാൻ നൽകി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മഹദി പോയി. പിന്നെ ഖദീജ റളിയല്ലാഹു തആല ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ആ ഒരു വൃദ്ധ സ്ത്രീ വന്നപ്പോൾ റസൂൽ എന്തൊരു പരിഗണനയാണ് നിങ്ങളിൽ നിന്നുണ്ടായത്, അതെന്തുകൊണ്ട്? അപ്പോൾ പറയാണ്, കാനത്ത് തീന അയ്യാമ ഖദീജ, ഖദീജ ഇവിടെ ജീവിച്ചിരുന്ന നാളിൽ ആ മഹദി ഞങ്ങളുടെ അടുക്കൽ വരാറുണ്ടായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയെ ഇങ്ങനെ ഓർത്ത് ഇത്രമേൽ ആദരിക്കാൻ, ബഹുമാനിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിയെ ഇത്രമേൽ പരിഗണിക്കാൻ, ഇങ്ങനെ സലാം മോദി സ്വർഗത്തിൻ്റെ സുവിശേഷം പറയാൻ എന്തേ കാരണം? അത് ആ മഹദി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ഈ ദീനിൻ്റെ മാർഗത്തിലുള്ള സംഭാവനയുടെയും സമർപ്പണത്തിൻ്റെയും കാരണം തന്നെയാണ്. ഖദീജ കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഓർക്കാനുള്ള വ്യക്തിത്വം അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സമർപ്പിച്ചത്, കനിഞ്ഞത് എത്രയെന്നുള്ളത് അളക്കാനാവാത്ത വിധം ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. അബൂ റജാഇനിൽ ഉത്താരിദി എന്ന മഹാൻ താബിഈങ്ങളിൽ എണ്ണപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ജീവിച്ച് ഇസ്ലാം ആശ്ലേഷിച്ച വ്യക്തിയാണ് അബൂ റജാ അൽ അത്താരിദി അല്ലെങ്കിൽ ഉത്താരിദി.
പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ കാണാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് കേൾക്കാനും ഒന്നും അദ്ദേഹത്തിന് അവസരം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖദ്റം എന്ന ഗണത്തിൽ താബഈങ്ങളിൽ ഉന്നതനായി എണ്ണപ്പെടുന്നു. അദ്ദേഹം പറയുകയാണ്, ജീത്തുൽ മദീന, ഞാൻ മദീനയിൽ വന്നു, ഫറഅയ്തു നാസ മുജ്തമഈൻ, ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. റഅയ്തു റജുലൻ യുഖബ്ബിലു റഅസ റജുലിൻ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ തലയിൽ ചുംബിക്കുന്നത് ഞാൻ കണ്ടു. ആൾക്കൂട്ടത്തിൽ ഒരാൾ മറ്റൊരാളുടെ തലയിൽ ചുംബിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മനിൽ മുഖബ്ബിൽ വമനിൽ മുഖബ്ബൽ, ആരാണ് ചുംബിക്കുന്നത്, ആരെയാണ് ചുംബിക്കുന്നത്? അപ്പോൾ അനഫിദാഉക് അൻജൈതന മിനൽ ഹലാക്ക്, നാശകർത്തത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞ് ചുംബിക്കുന്നത് ഉമറാണ്. ആരെയാണ് ചുംബിക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിലാണ് ചുംബിക്കുന്നത്. ഞങ്ങളെ നാശകർത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അങ്ങാണെന്ന് പറഞ്ഞ് ഉമർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയെ ചുംബിക്കുന്നത്. അതാണ് അബൂറജ കാണുന്നത്. അബൂബക്കർ റളിയല്ലാഹു തആല ഞങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് ഉമറിൻ്റെ സമ്മതം, ഉമറിൻ്റെ പ്രഖ്യാപനം ആൾക്കൂട്ടത്തിൽ. ഇമാം ഹാക്കിം മുസ്തദ്രക്കിൽ മുഹമ്മദ് ബിൻ സീരീനിൽ നിന്ന് ധരിക്കുന്ന ഒരു നിവേദനം, അതിൽ മുഹമ്മദ് ബിൻ സീരീൻ പറയുന്നത്, ഉമർ അമീറുൽ മുഅ്മിനീൻ ഇവിടെ ഭരണം നടത്തിയ കാലത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സൽഭരണം, ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ത്യാഗപൂർണമായ ഭരണനാളുകൾ, അദ്ദേഹത്തിൻ്റെ പ്രജകളുടെ വിഷയത്തിൽ അദ്ദേഹം മനസ്സ് നട്ട് ശരീരം കൊണ്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന ആ നീണ്ട വർഷങ്ങൾ, അവിടെയാണ് ചില ആളുകൾ ഉമറിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ മഹത്വപ്പെടുത്തുന്നത്. അത് ഉമർ റളിയല്ലാഹു തആല അൻഹു കേൾക്കുകയാണ്. ഒരു വിഭാഗം ആളുകൾ തന്നെ അബൂബക്കറിനേക്കാൾ മഹത്വപ്പെടുത്തി പറയുന്നു എന്നുള്ളത്. അപ്പോൾ ഉമർ പറയുന്നത്, വല്ലാഹി ലലൈലത്തും മിൻ അബീബക്കർ ഖൈറും മിൻ ആലി ഉമർ, വല്ലാഹി ലയൗമും മിൻ അബീബക്കർ ഖൈറും മിൻ ആലി ഉമർ എന്ന്. അള്ളാഹുവാണ് സത്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു രാത്രി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള ഒരു രാത്രി ഉമറിൻ്റെ കുടുംബം മൊത്തം ചെയ്ത സേവനങ്ങളെക്കാൾ മഹത്തമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പങ്കിട്ട ഒരു പകൽ, അത് ഖൈറു മിൻ ആലി ഉമർ, ഉമറിൻ്റെ കുടുംബത്തിൻ്റെ സേവനങ്ങൾ അതിനേക്കാൾ മഹനീയമാണ് എന്നാണ് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ അതിനോട് പ്രതികരിച്ച്, തനിക്ക് അബൂബക്കറിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത എന്ന് പറഞ്ഞ് അതിനോട് പ്രതികരിച്ച്, ഉമറിൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ ഉമർ അമീറുൽ മുഅ്മിനീൻ, ഉമറിൻ്റെ മകൾ ഹഫ്സ, ഉമറിൻ്റെ പുത്രർ അബ്ദുല്ലാഹി ഇബ്നു ഉമറും ഉബൈദുല്ലാഹി ഇബ്നു ഉമറും ബിലാൽ ഇബ്നു ഉമറും സാലിം ഇബ്നു, ഇങ്ങനെ തുടങ്ങി എത്ര മഹത്തുക്കളുണ്ട്. അതിൽ ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ വരെയുണ്ട്. ഇവരെക്കാളൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു രാത്രി ഉത്തമം എന്ന് പറയുമ്പോൾ ഉമർ അത് പിന്നീട് വിശദീകരിക്കുകയാണ്. ഏതാണ് ആ രാത്രി, ഏതാണ് ആ പകൽ? അദ്ദേഹം പറയുന്നത്, അബൂബക്കറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും ഹിജറ പുറപ്പെട്ട ആ രാത്രിയെക്കുറിച്ചാണ് പറയുന്നത്. എന്താ? സൗർ മലയിലെ ഗുഹയിലേക്കുള്ള ആ പുറപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ യംശി അബൂബക്കർ സഅതൻ ബൈന യദൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അബൂബക്കർ കുറേ നടക്കുമെന്നാണ്. വയംശി സഅതൻ ഖൽഫഹു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നടക്കുന്നുണ്ട്. രണ്ടാളും സൗർ മലയിലേക്ക് കയറുമ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു മുമ്പിൽ കുറേ നടക്കും, പിന്നെ പിന്നിൽ കുറേ നടക്കും. ചില നിവേദനങ്ങളിൽ ഇരുഭാഗങ്ങളിലേക്കും നടക്കുമെന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ മുന്നിൽ കുറേ നടക്കുന്നു, പിന്നിൽ കുറേ നടക്കുന്നു. അപ്പോൾ ചോദിക്കുകയാണ്, യാ അബൂബക്കർ മാ ബിക് തംഷി സാഅതൻ അമാമി വതംഷി സാഅതൻ ഖൽഫി, എന്തേ ഇത് ഇങ്ങനെ നടക്കുന്നത്? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി അദ്കുറു റസ്ദ് ഫഅംഷി അമാമക് വ ഇന്നി അദ്കുറു തലബ് ഫഅംഷി ഖൽഫക്. റസൂലേ, ഞാൻ വല്ല ശത്രുക്കളും നമ്മളെ പിടികൂടാൻ പതിയിരിക്കുന്നുവോ എന്ന് ഓർക്കുമ്പോഴാണ് ഞാൻ മുന്നിൽ നടക്കുന്നത്, അവിടെ വല്ല ശത്രു ഉണ്ടോ എന്നറിയാൻ വേണ്ടി. ഹിജ്റയുടെ തുടക്കമാണ്. മക്ക മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടിപ്പിടിക്കാൻ നടക്കുന്ന കാലാണ്. അപ്പോൾ ശത്രു മുന്നിൽ പതിയിരിക്കുന്നോ എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ മുന്നിൽ നടക്കും, പിന്നിൽ ശത്രുക്കൾ തെരഞ്ഞു വരുന്നുണ്ടോ എന്നറിയാൻ തലബ്, അത് ഞാൻ ഓർക്കുമ്പോൾ ഞാൻ പിന്നിൽ നടക്കും. കെമീൻ, അത് കുറുൽ കെമീൻ, കെമീൻ എന്ന് പറഞ്ഞാൽ ഒളിപ്പോരാളികൾ അവിടെ ഇടങ്ങളിലുണ്ടോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ വലതും ഇടതും ഭാഗത്തേക്ക് നടക്കും. ഇതാണ് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതത്തോടു കൂടി, യാ അബൂബക്കർ ഹൽ അഹ്ബബ്ത ശൈഅൻ അൻ തകൂന ലക മിൻ ദൂനി, അബൂബക്കർ എനിക്ക് കിട്ടാതെ വല്ലതും തനിക്ക് കിട്ടണം എന്ന് താങ്കൾ ഇഷ്ടപ്പെടുന്ന കാര്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉമർ അതാണ് പറയുന്നത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ലദീ ബഅസക ഫിൽ ഹഖ് ബിൽ ഹഖ്, അങ്ങേ ഹക്ക് കൊണ്ട് നിയോഗിച്ച അല്ലാഹുവാണ് സത്യം, അതുണ്ട്. അതെന്താണ്? ഇൻ കാന ഫി ശൈഇൻ മിൻ മലമ്മത്തിൻ ഫഹബബ്തു അൻ യകൂന ലി മിൻ ദൂനിക്, എന്തെങ്കിലും ഒരു പ്രയാസം, എന്തെങ്കിലും ഒരു വിഷമം അതുണ്ട് എങ്കിൽ അതെനിക്കാകണം, അങ്ങേക്കാകരുത്. അതാണ് അങ്ങേക്ക് കിട്ടാതെ എനിക്ക് കിട്ടണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഈ സംസാരം അവരെ സൗർ മലയുടെ ഗുഹയിൽ എത്തിച്ചു. ഉമർ പറയുകയാണ്, യാ റസൂലല്ലാഹ് മക്കാനക്, തിരുദൂതരെ താങ്കൾ ഗുഹയിലേക്ക് കയറാതെ നിൽക്കൂ. ഹത്താ അസ്തബ്രി അലക്, ഞാൻ ഗുഹയിലിറങ്ങി ഗുഹ അപകടമുക്തമാണെന്ന് ഉറപ്പുവരുത്തട്ടെ, എന്നിട്ട് അങ്ങ് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഗുഹയിലിറങ്ങി അപകടമൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയിട്ട് പിന്നെയാണ് സൗർ ഗുഹയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇറക്കുന്നത്. ഈ രാവിനെ, ഈ പകലിനെയാണ് ഉമർ ഓർത്തെടുത്ത് പറയുന്നത്, വല്ലാഹി ലൈലത്തും മിൻ അബീബക്കർ ഖൈറും മിൻ ആലി ഉമർ. ഉമർ മാത്രമല്ല, ഉമറിൻ്റെ കുടുംബം മൊത്തം എടുത്താൽ അവരുടെ സാഹസങ്ങൾ, ത്യാഗങ്ങൾ, സേവനങ്ങൾ, ഇതിനേക്കാളൊക്കെ ഏറ്റവും ഉത്തമം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു രാവാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പകലാണ് എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, ഈ ഒരു ത്യാഗ ചരിത്രം, മാതൃകയുടെ ചരിത്രം നമ്മുടെ ഈ ദീനിന് വേണ്ടി സച്ചരിതരായ മുൻഗാമികൾ ഇങ്ങനെ സമർപ്പിച്ചത്, ത്യജിച്ചത്, ഇതുപോലെ എത്രയെത്ര. ആ മല ഇറങ്ങി 3 ദിവസം സൗറിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കഴിച്ചുകൂട്ടിയപ്പോൾ ആ പരീക്ഷണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, ഹിജ്റയുടെ തുടക്കം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം അതിൻ്റെ മഹത്വങ്ങൾ ഏറെക്കുറെ അവരാണ് നേടിയെടുത്തത് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ഭക്ഷണം ഒരുക്കി തയ്യാറാക്കി നൽകി അയച്ച അസ്മയും ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന കുരുന്നും അതെത്തിച്ച അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുള്ള ഇബ്നു ഉമർ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വീട്ടിലെ ഇടയൻ ആമിർ ഇബ്നു ഫുഹൈറ പോലും നിർവഹിച്ച ത്യാഗങ്ങൾ, സേവനങ്ങൾ. സൗർ ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും
ഹിജ്റയുടെ ആ തുടക്ക യാത്രയിൽ ബുഷൈമാത്ത് എന്ന് പറയുന്ന മലകൾ താണ്ടി പകലിൻ്റെ തുടക്കം പിന്നിടുമ്പോൾ എന്താണ് അവരുടെ കയ്യിൽ ഒരു നീണ്ട യാത്രക്ക് തുടക്കത്തിലുള്ളത്? അവരുടെ അവസ്ഥ എന്ത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഒരു പലായനത്തിൻ്റെ ഹിജ്റയുടെ ഭാരിച്ച കാൽവെപ്പുകളുടെ തുടക്കത്തിൽ തന്നെ ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും അവസ്ഥ അറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഓരം ചേർന്ന് ഒപ്പം നിന്ന് ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ച മഹൽ ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. ഖൈസ് ഇബ്നു നുഅ്മാൻ ഉദ്ധരിക്കുന്നൊരു നിവേദനം ഇമാം ഹാക്കിം മുസ്നദിൽ നിവേദനം ചെയ്യുന്നുണ്ട്. അതിൽ ലമ്മൻ തലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കർ മുസ്തഖ്ഫിയൈൻ എന്ന് പറഞ്ഞാണ് നിവേദനം തന്നെ തുടങ്ങുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും പാത്ത് പതുങ്ങി ഹിജറ പുറപ്പെട്ട സമയം എന്നാണ്. രണ്ടാൾക്കും ദാഹിച്ച് വലയുന്ന വിഷയമാണ്. അങ്ങനെ റായൻ എന്നാണ് ഒരു ഇടയനെ കാണുന്ന ഒരു ചരിത്രമാണ്. അപ്പോൾ ഇടയനോട് ഫസ്തസ്ഖയാഹു മിൻ ലബൻ എന്നാണ്, മിനൽ ലബൻ, പാല് കുടിക്കാൻ ആവശ്യപ്പെടുകയാണ്, ചോദിക്കുകയാണ്. ഹിജ്റയുടെ തുടക്കം സൗർമല ഇറങ്ങി കുറച്ച് മുന്നോട്ടാഞ്ഞപ്പോൾ അവരുടെ അവസ്ഥയാണിത്. ദാഹിച്ച് വലഞ്ഞ് ഒരു ഇടയനോട് അല്പം പാല് ചോദിക്കുമ്പോൾ ആ ഇടയൻ പറയുകയാണ്, ഇവിടെ ഒരാട് പോലും ഇല്ല കറന്ന് പാല് തരാൻ. എന്നിട്ട് ആ ഇടയൻ പറയുന്നത്, ഇല്ല അന്നഹുന അനാഖൻ ഖദ് ഖദിജത് അവല ശിത, ശൈത്യത്തിൻ്റെ തുടക്കത്തിൽ മാസം തികയാതെ പ്രസവിച്ച ഒരു ഒട്ടകമുണ്ട് ഇവിടെ, പെണ്ണൊട്ടകം. മാ ബിഹാമിൽ ലബനിൻ, അതിനും ഒട്ടും പാലില്ല എന്നാണ് ആ ഇടയൻ പറയുന്നത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒട്ടകത്തെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നത്. ആ ഒട്ടകത്തെ കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ അകടിലൊന്ന് തടവി ദുആ ചെയ്തു. അതോടെ ആ ഒട്ടകം പാല് ചുരത്തി. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഒരു പരിച കൊണ്ടുവന്നു എന്നാണ്. ആ പരിചയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാല് കറന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുടിപ്പിച്ചു, പിന്നെ കറന്ന് ഇടയനെ കുടിപ്പിച്ചു. മൂന്നാമതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാല് കുടിക്കുന്നത്. ഹിജ്റയുടെ തുടക്കത്തിൽ പരിമിതിയുടെ, പരിവട്ടത്തിൻ്റെ, ദാഹത്തിൻ്റെ ആ ദുരവസ്ഥ അനുഭവിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇടയൻ ആശ്ചര്യചിത്തനാവുകയാണ്. ആദ്യം കറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് കറക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ദാഹം തീർത്ത്, പിന്നെ ഇടയന് കുടിക്കാൻ കൊടുത്ത്, പിന്നെ സാഖിൽ ഖൗം ആഖിറുഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം കുടിച്ച് ദാഹം തീർക്കുകയാണ്. അപ്പോൾ ആ ഇടയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അദ്ദേഹത്തിന് അറിയില്ല അതാരാണ് എന്ന് പരിചയപ്പെടുത്താൻ, ബില്ലാഹി മൻ അൻത്, താങ്കൾ ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അവ തുറാക തക്തുമു അലയ്യ ഹത്താ ഉഖ്ബിറക്, ഞാൻ നിന്നോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നീ മൂടിയേക്കുമോ, പരസ്യം ചെയ്യാതിരിക്കുമോ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാത്തു പതുങ്ങിയാണ് പലായനം. ഇയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുശ്രിക്കുകൾ 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയ്ക്ക് വേണ്ടി പരസ്യമുള്ള സമയമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവ തുറാക തക്തുമു അലയ്യ ഹത്താ ഉഖ്ബിറക് എന്ന് പറയുന്നത്, പറഞ്ഞാൽ ആരോടും പറയാതിരിക്കുക എന്ന്. അപ്പോൾ അദ്ദേഹം അതേ എന്ന് പറയുമ്പോൾ, അന മുഹമ്മദുൻ റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതൻ മുഹമ്മദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറയുന്നത്. അപ്പോൾ അറാബിക്ക് അത്ഭുതം. ആ ഇടയന്, അൻതല്ലദീ തസ്ഉമു ഖുറൈശുൻ അന്ന ഉസാബി, പുത്തൻവാദി എന്ന് ഖുറൈശികൾ ജൽപ്പിക്കുന്ന മനുഷ്യനാണോ നിങ്ങൾ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നഹും യസഅമൂന ദാലിക്
ഖുറൈശികൾ അങ്ങനെ ജൽപ്പിക്കുന്നുണ്ട്, ഞാൻ പുത്തൻവാദി എന്ന്. അപ്പോൾ ഈ അറാബി, ഈ ഇടയൻ പറയുന്നത്, ഫൈനി അഷ്ഹദ് അന്നക നബി വ അന്ന മാ ജിഅ്തഹു ഹഖ് വ അന മുത്തബിഉക്. എങ്കിൽ ഞാനിതാ സാക്ഷ്യപ്പെടുത്തുന്നു, അങ്ങ് നബിയാണ്, അങ്ങ് കൊണ്ടുവന്നതെല്ലാം സത്യമാണ്, ഞാനും അങ്ങയെ പിൻപറ്റുകയാണ്. ഇന്നല്ല വല്ലദീ മാ അമിൽത ബിഹി ലാ യഅമലുഹു ഇല്ലാ നബി. അങ്ങ് ചെയ്ത ഈ പ്രവൃത്തി ഒരു നബിയല്ലാതെ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്വാസം പകർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യപ്പെടുത്തി തിരുനബിയെ അനുഗമിക്കാൻ, അനുധാവനം ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് ആ അറാബി വർത്തിച്ച ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത്, ഇന്ന് തങ്ങൾക്ക് എന്നെ അനുഗമിക്കാൻ സാധിക്കുകയില്ല, പക്ഷേ ഞാൻ വിജയശ്രീലാളിതരാകുന്ന ഒരു നാളെ പുലരാനിരിക്കുന്നു. ആ വാർത്ത അങ്ങേക്കെത്തിയാൽ അങ്ങ് അവിടെ വന്ന് എന്നെ പിന്തുടരുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും ഹിജ്റയുടെ യാത്ര അവിടെ നിന്ന് പിന്നെ തുടർത്തിയെന്നാണ്. ഞാനിത് പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പാലായനത്തിൻ്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആ തുടക്കത്തിൽ പോകുമ്പോൾ തന്നെ അനുഭവം ഇതാണ്. അറിഞ്ഞു, അതനുഭവിച്ചു. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നിഴലായി ഹിജ്റയിൽ കൂടെ യാത്രയായി പാലായനം ചെയ്ത് ദീനിനു വേണ്ടി വർദ്ധിച്ച ആ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ സച്ചരിതരുടെ ഈ വിഷയത്തുള്ള മഹൽ മാതൃകയിൽ ഏറ്റവും തെളിഞ്ഞ ഒരു മാതൃകയാണ് മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റേത്. ഇങ്ങനെ അവിടെ തുടങ്ങി ഓരോ സഹാബികളുടെയും അവർ കൈമെയ് മറന്നായിരുന്നു എല്ലാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ സ്വത്ത് മുഴുവൻ കൊണ്ടുവന്ന് തിരുസവിധത്തിൽ സമർപ്പിച്ച 2 ചരിത്രങ്ങൾ നമ്മൾ വായിക്കും. മാ അബ്ഖൈത ലി അഹ്ലിക്, അങ്ങയുടെ കുടുംബത്തിന് അബൂബക്കർ എന്താണ് താങ്കൾ ബാക്കി വെച്ചതെന്ന് ചോദിക്കുമ്പോൾ അബ്ഖൈതു ലഹുമുല്ലാഹ വ റസൂലഹു, അള്ളാഹുവെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ശേഷിപ്പിച്ചു എന്ന് പറയുമ്പോൾ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മാന. ദീനിനു വേണ്ടി സമ്പത്ത് ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മാനദണ്ഡം കൂടിയാണല്ലോ ഒരാളുടെ ആത്മാർത്ഥത അളക്കാൻ. തൻ്റേത് മുഴുവൻ സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു തആലയുടെ ചരിത്രത്തിൽ മാ അബ്ഖൈത ലി അഹ്ലി, കുടുംബത്തിന് എന്ത് ശേഷിപ്പിച്ചു എന്നതിൽ മിസ്ലഹു എന്ന് പറയുന്നുണ്ട്. ഇത്ര തന്നെ എന്ന് പറഞ്ഞാൽ പകുതി കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ്. അത് സച്ചരിതരുടെ മാതൃകയിൽ നമുക്ക് വിശ്വസിക്കാനാകാത്ത മാതൃകകളാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിലേക്ക് സബ്ബൽ മാല സബ്ബൻ എന്നാണ്, മടിയിലേക്ക് സമ്പത്ത് കൊണ്ടുവന്ന് ചൊരിഞ്ഞിടുകയായിരുന്നു എന്നാണ്. അത് വാരിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മാ ദറ ഉസ്മാനു മാ അമില ബഅദ്, ഇനി ഉസ്മാൻ എന്ത് തന്നെ ചെയ്താലും അദ്ദേഹത്തിന് വിനയാവുകയില്ല, ഉപദ്രവകരമാവുകയില്ല എന്നുള്ളത്. ഒരിക്കൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലയുടെ അടുക്കലേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഒരു സമ്പത്തുമായിട്ട് വരുന്നുണ്ട്. തിരുവിയോഗശേഷം പിൽക്കാലത്ത് 40,000 ദീനാർ എന്നാണ് നിവേദനങ്ങളിൽ വായിക്കുന്നത്. 40,000 ദീനാർ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തൻ്റെ ഒരു വീട് വിറ്റ് ആ വീടിൻ്റെ തുകയുമായിട്ടാണ് മഹദിയുടെ അടുക്കൽ വരുന്നത്. അപ്പം മഹദി പറയുന്നത് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വചനമാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഭാര്യമാരോട് പറഞ്ഞിട്ടുണ്ട്, ലാ യഹ്നു അലൈകുന്ന ഇല്ല സാബിറൂൻ, നിങ്ങൾ ഭാര്യമാർ അവരോട് ആർദ്രമായി പെരുമാറുകയില്ല ക്ഷമാലുക്കളല്ലാതെ എന്ന്. ഈ മൊഴിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു 40,000 ദീനാർ കൊണ്ടുവന്ന് ആയിഷ ഉമ്മുൽ മുഅ്മിനീനെ ഏൽപ്പിക്കുമ്പോൾ
മഹദി അദ്ദേഹത്തെ കേൾപ്പിക്കുന്നത്. എന്നിട്ട് മഹദിയുടെ ഒരു പ്രാർത്ഥന, സഖല്ലാഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മിൻ സൽസബീലിൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ സൽസബീലുൽ ജന്ന, സ്വർഗത്തിലെ ഒരു നദിയുടെ പേരാണ്, അതിൽ നിന്ന് കുടിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്ത് ആ സംഭാവന വാങ്ങിവെച്ചത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ഞാനത് ഉദ്ധരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമറും ഉസ്മാനും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫുമൊക്കെ ഈ ദീനിനു വേണ്ടി സമർപ്പിച്ചപ്പോൾ മാനസികമായി ശാരീരികമായി അവർ സമർപ്പിച്ചതിൻ്റെ അളവുകൾ നമുക്ക് അളക്കാൻ കഴിയാത്ത വിധം മഹൽ മാതൃകകൾ, സാമ്പത്തികമായി അവർ വിനിയോഗിച്ചതിൻ്റെയും ചെലവഴിച്ചതിൻ്റെയും ഇതുപോലത്തെ ധാരാളം ഉദാഹരണങ്ങൾ. സഹാബികൾ ഈ വിഷയത്തിൽ നമുക്ക് ആലോചിക്കാനാവാത്ത അത്ഭുത മാതൃകകളാണ്. അന്ന് ഗസ്വത്ത് ദാത്തുരിഖ യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന സന്ദർഭം, അബ്ബാദ് ഇബ്നു ബിശ്ർ അൽ അൻസാരിയും അമ്മാർ ഇബ്നു യാസിറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കൂടെയുള്ള സൈനികർക്കും കാവൽ നിന്ന ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യക്ലഉനൽ ലൈല, ഈ രാത്രി ആര് കാവൽ നിൽക്കുമെന്ന് ചോദിക്കുമ്പോൾ അബ്ബാദും അമ്മാറും റളിയല്ലാഹു അൻഹുമാ അത് ഏറ്റെടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, കൂനാ ബിഫമി ശഅബ്, എങ്കിൽ നിങ്ങൾ ഈ ഷഅബിൻ്റെ തുടക്കത്തിൽ കാവൽ നിൽക്കണം എന്ന്. ഷഅബ് എന്ന് പറഞ്ഞാൽ രണ്ട് മലകൾക്കിടയിൽ വിശാലമായിട്ടുള്ള ആ ഭാഗം, അവിടെ കാവൽ നിന്നാൽ പിന്നെ ആ മലകൾക്ക് ഇപ്പുറം സൈന്യത്തിന് വിശ്രമിക്കാനാകും. അതുകൊണ്ട് അവരെ ആ മലയുടെ തുടക്കഭാഗത്ത് കാവൽ നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളെയും കൊണ്ട് സൈന്യങ്ങളെയും കൊണ്ട് രാത്രി വിശ്രമിക്കുകയാണ്. ആ സമയം അമ്മാർ ഇബ്നു യാസിർ ഉറങ്ങി വിശ്രമിച്ചു. അബ്ബാദ് ഇബ്നു ബിശ്ർ അൽ അൻസാരി അമ്മാർ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കാൻ തുടങ്ങിയ ആ സന്ദർഭത്തിൽ ദാത്തുരിഖായിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ശത്രു ഇവരെ പിന്തുടരുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മലക്കിപ്പുറം വിശ്രമിക്കാൻ കിടന്നത് അദ്ദേഹം മനസ്സിലാക്കി. ഇവർ രണ്ടുപേർ കാവൽക്കാരാണെന്ന് മനസ്സിലാക്കി. അമ്മാർ കിടന്നുറങ്ങി, അബ്ബാദും കൂടി കിടന്നുറങ്ങിയാൽ അയാൾക്ക് രായിക്ക് രാമാനം അമ്പെയ്ത് ഉപദ്രവിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കാൻ, സഹാബികളെ ഉപദ്രവിക്കാൻ അവസരം പാത്താണ് അയാൾ നിൽക്കുന്നത്. പക്ഷേ അബ്ബാദ് നിസ്കരിക്കാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇരുളിൻ്റെ മറവിൽ, രാവിൻ്റെ ആ നിഴലിൽ ഈ ശത്രു നിസ്കരിക്കുന്ന അബ്ബാദിനെ അമ്പെയ്യുകയാണ്. ആ അമ്പ് നിസ്കരിക്കുന്ന അബ്ബാദിൻ്റെ മേൽ തറച്ചു. നിസ്കരിക്കുന്ന അബ്ബാദ് ആ അമ്പ് ഊരിയെടുത്ത് നിലത്ത് വെച്ച് നിസ്കാരം തുടർത്തുകയാണ്. ശത്രു വീണ്ടും അമ്പെയ്തു, അതും തറച്ചു. അതും അദ്ദേഹം ഊരി ശരീരത്തിൽ ഏറ്റ ഒരു മുള്ള് പുറത്തെടുക്കുന്ന വിഷയമല്ല, പിന്നെയോ ശരീരത്തിൽ തുളച്ചു കയറിയ അമ്പ് അതെടുത്തു മാറ്റിയിട്ട് നിസ്കാരം തുടർത്തുകയാണ്. മൂന്നാമതും ശത്രു അമ്പെയ്തു, അതും തറച്ചപ്പോൾ രക്തം തെറിച്ചു. കൂടുതൽ രക്തം ഒലിക്കുന്ന അവസ്ഥ വന്നു. അതോടുകൂടി പെട്ടെന്ന് നിസ്കരിക്കുന്ന അബ്ബാദ് നിസ്കാരം നിർവഹിച്ച് അവസാനിപ്പിച്ചു. അമ്മാറിനെ വിളിക്കുകയാണ്. അമ്മാർ എഴുന്നേറ്റ് നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ച അബ്ബാദ്, അല അമ്പഹ്തനി അവ്വലമറമ, ആദ്യം എറിഞ്ഞപ്പോൾ തന്നെ എന്നെ ഉണർത്തിക്കൂടായിരുന്നോ എന്ന് അമ്മാർ ചോദിക്കുമ്പോൾ അബ്ബാദ് പറയുന്നത്, കുൻതു ഫീ സൂറത്തിൻ അഖ്റഉഹ ഫകരിഹ്തു അൻ അഖ്തഅഹ ഹത്താ ഉതിമ്മഹ എന്നാണ്. ഞാനൊരു സൂറത്ത് ഓതിക്കൊണ്ട് നിസ്കരിക്കുകയായിരുന്നു, അപ്പോഴാണ് അമ്പേൽക്കുന്നത്. അപ്പം നിസ്കാരം മുറിച്ച് അങ്ങയെ ഉണർത്താതിരുന്നത് ഞാനൊരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ സൂറത്ത് ഓതുന്നത് നിർത്താൻ എനിക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ട് ആ സൂറത്ത് ഓതി തീരുന്നത് വരെ നിസ്കാരം തുടർത്താനാണ് ഞാൻ ഭാവിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ ഏറ് തുടർന്നപ്പോൾ ഞാൻ നിസ്കാരം പെട്ടെന്ന്
നിർവഹിച്ച് നിങ്ങളെ ഉണർത്തുകയാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ലൗല അൻ ദയ്യഅതു സഗറൻ അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ളിഹി. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാക്കാൻ പറഞ്ഞ ഒരതിർത്തിയെ കാക്കുന്നത് ഞാൻ നഷ്ടപ്പെടുത്തും, പാഴാക്കും എന്നുള്ള പേടിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഓത്ത് നിർത്തുമായിരുന്നില്ല, ഓത്ത് പൂർത്തീകരിക്കുന്നത് വരെ ഞാനത് തുടർത്തുമായിരുന്നു എന്നാണ് അബ്ബാസ് റളിയല്ലാഹു തആല പറയുകയുണ്ടായത്. നോക്കൂ നിങ്ങൾ, ഇവിടെ എത്രയെത്ര വിഷയങ്ങൾ, എത്രയെത്ര മാതൃകകൾ ഈ ഒരു ചരിത്രത്തിൽ മാത്രം നമ്മൾ വായിക്കുന്നു. ഒരു സൂറത്ത് പഠിക്കാൻ, ആ സൂറത്ത് പഠിച്ചത് പാരായണം ചെയ്യാൻ പിശുക്കുള്ള, അതിൽ വിരക്തിയുള്ള നമ്മുടെയൊക്കെ ഇക്കാലത്ത് ആ ഒരു സഹാബി ഒരു സൂറത്ത് ഓതിയത്, ആ ഓത്ത് ആസ്വദിച്ച് ഓതി അത് പൂർത്തീകരിക്കാൻ അദ്ദേഹം വെമ്പൽ കൊണ്ടത്, പറയുമ്പോൾ ശത്രു അമ്പെയ്തത് മേത്ത് തറച്ച് അദ്ദേഹം അത് ഊരിയിടുമ്പോൾ രക്തമൊലിക്കുന്നു, അതിൻ്റെ നോവുണ്ട്, എന്നാലും ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്ത് നിർത്താൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അവരെത്ര പഠിച്ചു, അവരെത്ര ഗ്രഹിച്ചു, സൂറത്തുകളെ എത്ര അവർ ആസ്വദിച്ചു, അതിന് അവർ ഖുർആൻ പഠിച്ചതുകൊണ്ട്, പാരായണം ചെയ്തതുകൊണ്ടോ അതിനേക്കാളൊക്കെ ഉപരി അവരുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അനുഗ്രഹ വർഷം ഉണ്ടായതുകൊണ്ട് ഇതൊക്കെ സാധ്യമായി എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഏൽപ്പിച്ച ഒരു കാവലിൽ അതിർത്തി നിൽക്കൽ, ഒരു അതിർത്തിയിൽ കാവൽ നിൽക്കൽ, ഒരു അതിർത്തിയിൽ കാവൽ നിൽക്കൽ, അത് ഞാൻ പാഴാക്കുമെന്ന പേടിയില്ലായിരുന്നുവെങ്കിൽ എത്ര ശത്രു അമ്പെയ്താലും ഞാൻ ഈ സൂറത്ത് ഓതി തീർക്കുന്നത് വരെ വിരമിക്കുകയില്ല എന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ കൂറ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന ശിരസ വഹിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിറഞ്ഞ മനസ്സ്, ഒപ്പം വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു താല്പര്യവും ആ പഠനത്തിൻ്റെ ഒരു ധന്യതയും ഒക്കെയാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇങ്ങനെ ഈ വിഷയം ഓരോരോ സഹാബികളുടെ ചരിത്രം എണ്ണിയാൽ ഇതുപോലത്തെ മഹനീയ മാതൃകകളാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ.